നമ്മൾ പതിവ് പോലൊന്നല്ല കേട്ടോ, കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായി. അപ്പോൾ എന്തിനാ എഴുന്നേറ്റെന്നല്ല ഇനിയുള്ള ചോദ്യം, പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോവാണ്. നമ്മളുദ്ദേശിച്ച് ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ മാമന്മാർ ഇവരൊക്കെ ആയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നവംബർ 8 നമ്മുടെ എൻ്റെ കല്യാണമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ഞങ്ങൾ എടുക്കുന്ന കല്യാൺ സിൽക്സാ സാരീസാ അതിലേതോ ഒരെണ്ണത്തിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, റോസ് വാട്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റോസ് വാട്ടറിൻ്റെ കൂടെ ഞാൻ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ അതിങ്ങനെ എന്തൊരു മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ടാകും. അതൊരു 10 രൂപയുടെ സംഭവമുള്ളൂ കേട്ടോ. ഞാൻ അധികം അങ്ങനെ തേക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ തേച്ചു. പിന്നെ പൗഡർ, ആസ് യൂഷ്വൽ പൗഡറാണ് എൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. അത് മാത്രമേ ഞാൻ മുഖത്തേക്ക് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പം അടുത്തായിട്ട് ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഐലൈനർ എഴുതുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ചില സമയത്ത് ഒന്ന് വലുതായി ഒന്ന് ചെറുതായി പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വല്ല കാര്യത്തിനൊക്കെ വെറുതെ മൂക്കിലും അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടും. പിന്നെ കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുറേ സാധനങ്ങളൊന്നും മുഖത്ത് വാരി പൂശിയിട്ടൊന്നും ഇല്ല കേട്ടോ. സാധാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചന്ദനം തൊട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വീഡിയോയിൽ കാണാത്തതാണ് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, ലിപ് ബാം ഇട്ടു, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ളൊരു വില്ലൻ നമ്മുടെ മുടിയാണ്. എൻ്റെ മുടിയാണ്, എന്താ എല്ലാത്തിലും നമ്മൾ പറയണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിയാണ്. അപ്പോൾ ഈ മുടി ഭയങ്കര സീനാണ് എനിക്ക്. ഇപ്പം കെട്ടിയ പോലെയല്ല ഞാൻ തിരിച്ചു വരുമ്പോൾ വരുന്നുണ്ടാവുക, ഭയങ്കര കോലം കിട്ടിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മുടി കാണാൻ ഭംഗിയുണ്ട്. എനിക്ക് ഒരു നെറ്റി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിലോട്ട് കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നെറ്റി കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് പറ്റണില്ല അധികം. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഡ്രസ്സ് എടുത്ത് എൻ്റെ ചെക്കനാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ഇനിയിപ്പോൾ വരും. അപ്പോൾ എല്ലാവരും അത് കാണാം കേട്ടോ. ഓക്കെ.